ഹായ് ഓൾ. അപ്പം നിങ്ങളുടെ +2 റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി നമ്മുടെ ബാക്കി പ്രൊസീജിയറുകളിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും ഇത് കണ്ടു കാണും, അറിഞ്ഞു കാണും, മാർക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്ത് കാണും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ. അറിയാത്തവർ കൃത്യമായി ഈ പറയുന്ന സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കീം, ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ് എക്സാം, നിങ്ങൾക്കറിയാം അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ +2 മാർക്ക്, ദാറ്റ് ഈസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളിൽ നിങ്ങൾ സ്കോർ ചെയ്ത നിങ്ങളുടെ +2 മാർക്കും അതേപോലെ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കും കൂടെ 50:50, ദാറ്റ് ഈസ് ഒരേ റേഷ്യോയിൽ എടുത്താണ് ശരിക്കും സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി നിങ്ങളുടെ +2വിന്റെ മാർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് ഇനിയും അറിയാത്തവർക്ക് വേണ്ടിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. സോ ഈ വരുന്ന ജൂൺ 5-ാം തീയതി വൈകുന്നേരം 3 മണി വരെ സമയമുള്ളൂ നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം. സോ അതിന് വേണ്ടിയുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാം, ഞാനത് പറഞ്ഞു തരാം. അതായത് കീമിന്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. അതായത് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് എടുക്കുക. വെബ്സൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഐക്കൺ വരും. അവിടെ നിങ്ങൾ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് പോർട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതേപോലെ സെക്യൂരിറ്റി കീയും അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അതുവഴി നിങ്ങൾ ലോഗിൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ആ മെനു അവിടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലാണ് അത് ചെയ്യേണ്ടത്. മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബോർഡ് ഏതാണ്, നിങ്ങൾ CBSE ആണെങ്കിൽ CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ്, അങ്ങനെ ഓപ്ഷൻസ് അവർ ചോദിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ്, അതേപോലെ നിങ്ങളുടെ റോൾ നമ്പർ, അതായത് നിങ്ങളുടെ HSC, ദാറ്റ് ഈസ് നിങ്ങളുടെ +2 എക്സാമിന്റെ റോൾ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ അടക്കം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് എൻട്രി ചെയ്യേണ്ട നിങ്ങളുടെ +2വിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകളുടെ മാർക്ക് അവിടെ ഡിസ്പ്ലേ ആവും. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുമായി അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ശരിയാണെങ്കിൽ അവിടെ കൺഫർമേഷൻ കൊടുക്കണം. അതായത് കൺഫർമേഷൻ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ കൊടുക്കണം. വളരെ ശ്രദ്ധിച്ചു നോക്കണം. അതായത് നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റിൽ അതേ മാർക്ക് തന്നെയാണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും അതേപോലെ മാത്തമാറ്റിക്സിനും വന്ന് നോക്കണം. +2 ആണ്, മൊത്തം നോക്കരുത്. +2 മാർക്ക് ഷീറ്റിൽ നിങ്ങൾ അതേ ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി അഥവാ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ യഥാർത്ഥ മാർക്ക് ഏതാണോ അതവിടെ എൻട്രി ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് മാർക്ക് ഫോർ സബ്മിറ്റ് ഡാറ്റ നോക്കാം. സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ അതൊരിക്കലും വാലിഡ് ആവില്ല. നിങ്ങളുടെ മാർക്ക് കൺഫേം ചെയ്തില്ലെങ്കിൽ അവർ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റ് നല്ല വൃത്തിയായി പ്രിന്റ് എടുത്ത്, അതായത് നല്ല വൃത്തിയായി വിസിബിൾ ആയി സ്കാൻ ചെയ്തിട്ടുള്ള ഒരു +2 മാർക്ക് ഷീറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ തന്നിട്ടുള്ള ലിങ്കിൽ അപ്ലോഡും കൂടെ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് എക്സാമിന് വേണ്ടി നിങ്ങളുടെ മാർക്ക് പരിഗണിക്കുക. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മസ്റ്റായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ എഞ്ചിനീയറിംഗ് എക്സാമിന്റെ നിങ്ങളുടെ റാങ്കുകൾ നിർണ്ണയിക്കപ്പെടുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെയും അതേപോലെ കീം എക്സാമിന്റെയും കൂടെ മാർക്കിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ വെച്ചിട്ടാണ്. സോ അപ്പൊ അത്രയുമാണ്. സൈറ്റിലൊന്ന് കയറുക, ഈ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നല്ല ഇരുത്തി ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ആ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.